ലണ്ടനിൽ ഖുറാൻ അത് കത്തിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്കെതിരെ കോടതി മുമ്പ് ശിക്ഷാ നടപടികളിലേക്ക് പോയി. അതായത് ഖുറാൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ട് പലതരം വകുപ്പുകൾ ചാർത്തി അയാളെ ശിക്ഷിക്കാൻ ഒരുങ്ങി. എന്നാൽ അതിനെതിരെ പുള്ളി കൊടുത്ത അപ്പീൽ വിജയിക്കുകയും നേരിട്ടല്ലാത്ത രീതിയിൽ നമ്മൾ ഈ മതനിന്ദാ നിയമം അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്നും അതാണ് ഇതിലൂടെ ഈ ആൾക്കെതിരെയുള്ള ശിക്ഷാ നടപടികളിലൂടെ നമ്മൾ ചെയ്യുന്നതെന്നും പറഞ്ഞ് കോടതി മുമ്പുണ്ടായിരുന്ന അവിടുത്തെ വേറെ കോടതിയുടെയാണോ ഈ കോടതിയുടെ അതിനകത്ത് അറിയില്ല, അവരുടെ വിധി തിരുത്തി അങ്ങനെ ഇയാൾ ആ ഒരു അപ്പീൽ ജയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇതെന്തായാലും ഗുണകരമാണ്. കാരണം ഏത് പുസ്തകവും ഇപ്പോൾ നമ്മുടെ നാട്ടിലറിയാം, ഈ അംബേദ്കർ ജയന്തി അതുപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ മനുസ്മൃതി എടുത്ത് കത്തിക്കൽ ഒരു ആചാരമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനത്തുള്ള ഒരു പെൺകുട്ടിയും, ആ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണെന്നാണ് ഞാൻ കരുതുന്നത്, അവിടെ ഒരു അടുപ്പിൽ മനുസ്മൃതി ഇട്ടിട്ട് അതിൽ നിന്നും വീഡിയോ വലിക്കുന്നു. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ പുസ്തകം, ഞമ്മൻ്റെ പുസ്തകം കത്തിക്കാൻ എല്ലാവർക്കും പേടിയാണ്.